സമ്മതിച്ചു. പ്രായവന് മൂറാങ്കോലി കളിക്കേണ്ട പ്രായം അത്. ആ തങ്കത്തോട് പറഞ്ഞൊരു കുപ്പിപ്പാലും കൂടി മേടിച്ചു കൊടുക്കാൻ പറ. പിഞ്ചു മനസ്സാ അവൻ്റെത്. അവനും മോളും കൂടെ കളിക്കുന്നതിന് നമുക്കെന്ത്? അവനായി, അവന്റെ വീടായി, അവന്റെ മുറ്റമായി, മോളായി, നമുക്കെന്ത്? അല്ല എന്നാലും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ജോലിക്ക് പോയി ഒരു ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ? എടാ അവൻ ജോലിക്ക് പോയില്ലെങ്കിൽ നീയാണോ അവർക്ക് ചെലവിന് കൊടുക്കുന്നത്? അല്ലല്ല, കുടുംബം ഇല്ലാത്ത നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവും. അല്ല പെണ്ണും കെട്ടിയിട്ട് വീട്ടിലെ കല്ല് കളിച്ചിരുന്നാ മതിയെങ്കിൽ ഞാനും കെട്ടിയാണ് എന്നേ ഒരു പെണ്ണ്. അതെ മക്കള് കളിക്ക് പെണ്ണം കണ്ട. അതെ കളി ജയിച്ചാ ഡാഡി എന്താ മേടിച്ചു തരണം? എനിക്കാ എന്നെ വീഗാലാൻഡിൽ കൊണ്ടുപോവോ? അയ്യോ വീഗാലാൻഡൊക്കെ ഭയങ്കര ദൂരം. വേറെ എന്തെങ്കിലും പറയേ. ശരി അത് വേണ്ട, എനിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തരുമോ? സൈക്കിൾ മേടിച്ചു തരാം. കളിക്ക് സൈക്കിൾ മേടിച്ചു. ഓ വാങ്ങി തരാം മക്കളെ. ഇന്നേ ഡാഡി ഈ കളി ജയിച്ച് എനിക്ക് സൈക്കിൾ വാങ്ങി തരുമെന്ന്. അല്ല ചേച്ചി ഇവനെന്താ ലോട്ടറി അടിച്ചോ? മോൾക്ക് സൈക്കിൾ മേടിച്ചു കൊടുക്ക. ലോട്ടറി അടിച്ചെങ്കിൽ അവനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അവർക്ക്. അതെ മക്കളെ നമുക്കിന്ന് വൈകിട്ട് ബാഹുബലി കാണാൻ പോയാലോ? അയ്യോ ഡാഡി ബാഹുബലി അല്ല ബാഹുബലി. എന്ത് ബലിയായാലും നമുക്ക് പോയാലോ വൈകിട്ട്? അമ്മൂമ്മ വരുന്നാന്ന് ചോദിക്കും. നമ്മൾ ബാഹുബലി കാണാൻ പോവേന്ന് വരുന്നാ? അയ്യോ ഞാൻ വരുന്നില്ല മക്കളെ, ഭയങ്കര തിരക്കാ അവിടെ. എടാ തിയേറ്ററിലെ ഭയങ്കര തിരക്കാ, ടിക്കറ്റ് കിട്ടില്ല. നീ വെറുതെ കുട്ടിയെ മോഹിപ്പിക്കല്ലേ? അതെ അമ്മാവാ ക്ലീറ്റസ് വിളിച്ച് പറഞ്ഞാ ഏത് തിയേറ്ററിൽ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ടിക്കറ്റ് കിട്ടാൻ അറിയില്ല അല്ലേ? അയ്യോടാ ഞാനത് മറന്നു. എന്റെ അമ്മായിയപ്പന്റെ ആണല്ലോ തിയേറ്ററിലെ. പതുക്കപ്പോ പാമ്പ് കയറിയെന്ന്. ഇന്നലെ ഞാൻ മാല കാണിച്ചു തന്നില്ലേ, അത് കാണാനില്ല ഇപ്പോ. നീ എവിടെയെങ്കിലും കൊണ്ട് വെച്ചേ നേരെ നോക്കി അങ്ങോട്ട്. എവിടെ വെച്ചത്? ഞാൻ ആ അലമാരിയിൽ ചുമന്ന സാരിയുടെ ഇടയില സാധനം എങ്ങനെയാണെങ്കിൽ ആ ബാങ്കിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ട് ഒരാവശ്യമില്ല. എന്തുമാത്രം സ്വർണം കൈകാര്യം ചെയ്ത വീടായത്. ഇന്ന് വരെ ഒരുപാടോടെ സ്വർണം ഇവിടുന്ന് പോയിട്ടില്ല. അതാ ഞാനും പറയുന്നത്. കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്നാ പ്രമാണം. നീ എല്ലാ സ്ഥലത്തും ഒന്ന് പോകും. ശരി. ഈ മണ്ടനെ കൊണ്ട് ഞാൻ തോറ്റ്. ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാ, ഉടനെ അവൻ കുടത്തിൽ തപ്പാൻ പോണു. കൊച്ചിന്റെ മോളെ ഇതിനകത്തുണ്ടാ നോക്കട്ടെ. എവിടെയോ ആരോ എടുത്തിട്ട് പോയിട്ടുണ്ട്. അത് ക്ലീറ്റസ് എടുത്തിട്ടുണ്ടാവും. ചോദിച്ചു നോക്ക്. അതെ മോളുടെ അലമാരയിലൊന്നുമില്ല. നീ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു ഒരു സാധനം സൂക്ഷിക്കരുത്. ക്ലീറ്റോ പറ്റിക്കാതെ താ ക്ലീറ്റോ. തങ്ക നീ എന്തുവാടി പറയുന്നേ? ഞാനും മോളും കൂടെ പുറത്ത് കളിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? മക്കള് കണ്ട അമ്മയുടെ സ്വർണ്ണം അവിടെ കാണും ഇരിക്കുന്നത്. എങ്ങനെ കൊച്ചു കാണുന്ന അവിടെ പിന്നെ അവള് കാണുമോ? അമ്മാവാതെ ആവശ്യമില്ലാതെ കുടുംബാലം ഉണ്ടാക്കരുത്. എടി ഇന്നലെ കാലത്ത് നീ എന്നെ അത് കാണിച്ചു, എന്നിട്ട് തിരിച്ച് നീ അലമാരിക്കകത്ത് വെച്ചു പൂട്ടി താക്കോല് നീ എടുത്തില്ലയോ? അത് അവൻ കണ്ടില്ലയോ? അപ്പൊ അവൻ തന്നെ എടുത്തു. എടാ ഈ തറവാട്ടിൽ നിന്ന് ഒരു സാധനം കളവ് പോയി അത് നീ അല്ലാതെ വേറെ ആരും എടുക്കില്ല. അങ്ങനെയാണ് എന്നെ കുറ്റപ്പെടുത്തണമെങ്കിൽ ഇവിടെ വേറെ ആൾക്കാരുണ്ട്, വന്നവരും പോയവരും ഒക്കെ. ഓ വന്നവരെന്ന് നീ ഉദ്ദേശിച്ച തന്നെയോ? എടാ എനിക്കൊന്നും നിങ്ങളുടെ ഒരു സ്വർണം വേണ്ട, എപ്പോഴും കയ്യിലുള്ള നിങ്ങൾക്ക് ഞാൻ എടുത്തു തന്നിട്ട്. അവൻ ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കറിയാം അവന് പണം കൊടുക്കാൻ. അവനങ്ങനെ മോട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാ ഇവിടുന്ന് പോയവരുണ്ടല്ലോ അവരെ വിളിക്ക്. പോയവരോ? ഒരുത്തി ഇന്നലെ ഇവിടുന്ന് വാരിക്കിട്ടി പോയല്ലോ. അമ്മേ അവളുണ്ടല്ലോ മാല എടുപ്പിച്ചിട്ട് വന്നപ്പോ കുറെ പ്രാവശ്യം എന്നോട് ചോദിച്ചു, ചേച്ചി അതെനിക്ക് ഇടാൻ തരുമോ ഇടാൻ തരുമോ ഇടാൻ തരുമോ ചോദിക്കാൻ. ആരായാലും സ്വർണ്ണം കണ്ട ഇടാൻ തരുമോ? അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ നീ വെറുതെ ആവശ്യമില്ലാതെ കുടുംബകല ഉണ്ടാക്കാം. അതെ പോയത് എന്റെ മാല എനിക്ക് വിഷമം ഉണ്ടാവും. കാലായിട്ട് നിങ്ങൾ അറിയണതല്ലേ അവളത് ചെയ്യില്ല. അവളെ ചെയ്യുള്ളൂ. സ്വർണം കാണുമ്പോ ആകെ ഇളക്കാം. ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കാ. ഫോൺ അവള് ഓഫ് ചെയ്ത് വെച്ചാൽ അങ്ങോട്ട് മനക്കണ്ണല്ലേ? അവൾ വീട്ടിൽ ചെന്ന സമയമല്ലേ, കുത്താൻ ചിലപ്പോ മറന്നിട്ടുണ്ടാവും. ഞാൻ ഒരു കാര്യം പറയാം, ജമന്തി എനിക്ക് നന്നായിട്ട് അറിയാം അവളത് ചെയ്യില്ല. അമ്മാവൻ അറിയാത്തൊരു മുഖം അവക്കുണ്ട്. അമ്മാവൻ അവനെ വിളിക്കും. നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഞാൻ കനകനെ വിളിക്കും തന്നെ. അവനെ വിളിക്ക്. എന്നിട്ട് സ്വർണ്ണം കൊണ്ട് അവനവന്റെ സാധനം സൂക്ഷിക്കാതെ പൊങ്ങാണ്ടില്ല അവിടെ നിന്ന്. കനക നീ എവിടെയാ? എടാ നീ അതിനിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അവൾ എടുത്തു എന്ന് ഇവരാരും ഉറപ്പ് പറഞ്ഞിട്ടൊന്നുമില്ലോ. ഇന്നലെ ഇവളുടെ മാല കണ്ടപ്പോ അവളൊന്നും ഇടാൻ ചോദിച്ചു. ഇനി ആ മാല ഇട്ടിട്ടെങ്ങാനും വീട്ടിൽ പോയിട്ടുണ്ടോന്നൊരു സംശയം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. സംശയമൊന്നുമല്ല, എനിക്ക് ഉറപ്പ് അവള്. അമ്മ ഞാൻ വിളിച്ചതാണെന്ന് അവളെ.
അപ്പൊ അവൾ എടുത്തിട്ടില്ലാന്നാ പറഞ്ഞത്. എടുക്കാത്തൊരു കാര്യം പിന്നെ എടുത്തു എടുത്തു പറഞ്ഞോണ്ടിരുന്ന എന്തായാലും കാര്യം? പിന്നെ ആരാണ് എടുത്തത് അവളല്ലെങ്കിൽ? ആരെടുത്തത്? എന്നോട് ചോദിച്ചിരുന്ന കാര്യം. അതെ അളിയാ, ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം. ഭാര്യയ്ക്ക് സ്വർണ്ണം വേണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് മേടിച്ചു കൊടുക്കണം. അല്ല കണ്ട പെണ്ണുങ്ങളെ അടിച്ചു മാറ്റിയല്ല ചെയ്യേണ്ടത്. ആ ഇച്ചക്കെട്ടിട്ടാണ് അവള് കൈയിട്ട് വാരി എടുത്തോണ്ട് പോയിക്കണത്. ഇത് ആരെടുത്തുന്നാ പിന്നെ നീ പറയണത്? പിന്നെ ആരാണ് എടുത്തിട്ടുള്ളത്? ഇതാ നിക്കട് ചോദിച്ചു നോക്ക്. എന്നോട് ചോദിക്കണം. പിന്നെ ആരും ചോദിക്കണം? പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? പിന്നെ ഞാൻ ഇത് അളിയൻ പറയുന്നിട്ട് ഞാൻ മോട്ടിച്ചോണ്ടല്ലേ എന്റെ വീട്ടിൽ ഒരു സാധനം കാണാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? അതെ, ഇനി ഇത് നാട് നീളം പറഞ്ഞ് പരസ്യമാക്കല്ലേ, നമുക്ക് പോലീസിനെ വിളിക്കാം. അതാ നല്ലത്. പോലീസ് വരട്ടെ. പോലീസിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെന്താ പോലീസിനെ വിളിച്ചാല്? വെറുതെ കുടുംബത്തിന് ചീത്ത പേര് കൂടുക. ഓ, ആ ചീത്തപ്പേര് ഞങ്ങളൊക്കെ സഹിച്ചു. പോലീസിനെ വിളിക്കാൻ മാവാ. ആ പോലീസിനെ വിളിക്കേണ്ട പറഞ്ഞു വേറൊന്നുമല്ല, കള്ളം കപ്പലിൽ തന്നെ. അതുകൊണ്ടാ നീ അതങ്ങോട്ട് കൊടുക്കടാ. അമ്മാവതേ ആവശ്യമില്ലാതെ സംസാരം. അമ്മ പിന്നെ ചെയ്യാത്ത കുറിച്ച് എന്നെ സംശയിച്ചോ? പിന്നെ നീ എന്തിനാ കൈ കൂട്ടി സംസാരിക്കുന്നത്? അതെ, അങ്ങനെ എന്നെ കുറ്റപ്പെടുത്തണമെങ്കിൽ ഈ വീട്ടിൽ ഈ സംഭവം നടന്ന ഇന്നലെ മുതൽ അമ്മാവനോട് ഉണ്ട്. അത് ശരി, അപ്പൊ എന്നെ സംശയമാണില്ലേ? എന്നാ പിന്നെ സംശയം തീർത്തിട്ടെന്ന കാര്യം, പോലീസിനെ വിളിക്കന്നെ. വിളിക്കന്നെ, അതന്നെ. ഒന്ന് നിർത്ത്. മാല ഉണക്കി പോട്ടെ. ഡാഡി ആദ്യം എന്റെ ബാഹുല്യം കാണിച്ച് സൈക്കിൾ വാങ്ങിച്ചെന്നാണ്. എങ്ങനെ? അതൊക്കെ പിന്നെ ആവട്ടെ. എങ്ങനെ? നേരത്തെ കല്ല് കളിച്ചോണ്ടിരുന്നപ്പോ ഡാഡി പറഞ്ഞു എന്നെ ബാഹുല്യം കാണിക്കും, സൈക്കിൾ കാണിക്കും, പിന്നെ സൈക്കിള് കാണിക്കുന്നോ? അല്ല സൈക്കിൾ വാങ്ങിച്ചതിന് പാർക്കിലൊക്കെ കൊണ്ടുപോകും. നീ മോൾക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാ? അത് ഞാൻ അവള് കളിച്ചോണ്ടിരുന്നപ്പോ അവിടുന്ന് എഴുന്നേറ്റ് പോവാതിരിക്കാൻ വേണ്ടി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. നിന്റെ കയ്യിൽ മിഠായി വാങ്ങാൻ പൈസ ഇല്ലോടാ? ഉണ്ടാ? അതെ, മിഠായി വാങ്ങിക്കാൻ പൈസ ഉണ്ടോ നിന്റെ കയ്യിൽ? എന്റെ പൊണ്ണ് തന്നെ ഞാൻ കളിച്ചോണ്ടിരുന്നപ്പോ അവള് എഴുന്നേറ്റ് പോവാതിരിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാ. അവൻ മാല കൊണ്ടുപോയി വിറ്റ് എന്നിട്ട് അവൾക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലാവില്ല. ദുഷ്ടനാ നിങ്ങള്. ഞാൻ ഇത്ര നേരം അവിടെ കിടന്ന് കരഞ്ഞിട്ട് നിങ്ങളെ സമ്മതിച്ചിട്ട് ദൈവമേ, ഞാൻ ഏത് നേരത്തെ കള്ളന്റെ കൂടെ ഇറങ്ങി വന്നതാണ്. ഭർത്താവിനാണോ തങ്കം, ഞാനിതൊന്നും എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ടോ? അയ്യോ സത്യമായിട്ട് അമ്മ, ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ മാത്രമേ ഉള്ളൂ. എന്ത് വൃത്തികെട്ട മനുഷ്യനാ. ഞാൻ ഇത്ര നേരം അവിടെ കിടന്ന് കരഞ്ഞിട്ട് നിങ്ങൾ സമ്മതിച്ചോ? അയ്യോ തങ്കം, ഞാൻ എടുത്തില്ല. ഞാൻ അമ്മ ഞാൻ അതെ, നീ തന്നെയാണ് എടുക്കൂ. നീ നാളെ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ കാണാണ്ട് എന്റെ വാച്ച് അടിച്ചു മാറ്റാൻ ശ്രമിച്ചവനാണ്. കള്ള മാല കൊടുക്കാം. ചെറുപ്പം പോയി അറിഞ്ഞൂടെ? അമ്മ ആ വാച്ച് ഞാൻ വെറുതെ കെട്ടി നോക്കിയില്ല. അമ്മ നീ എല്ലാം വെറുതെ 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 അതങ്ങ് കൊടുത്തേക്കടാ. അമ്മ എടാ അതങ്ങ് കൊടുക്കടാ. ഈ കട്ടങ്ക സാധനം കൊടുക്ക ക്ലീറ്റോ, നിനക്ക് അതാ നല്ലത്. തങ്കം കൊള്ളൻ പെരുങ്കൊള്ളൻ മുഴിക്കുന്നില്ലേ? ദ്രോഹി. ക്ലീറ്റസ് കള്ളരല്ലേ? അപ്പൊ ആർക്കും വിശ്വാസമല്ല ഞാൻ എടുത്തിട്ടില്ല. ക്ലീറ്റസ് കള്ളൻ അല്ലേ? ക്ലീറ്റസ് തങ്കം, നിനക്കും എന്നെ വിശ്വാസമില്ലല്ലോ. എനിക്ക് തീരെ വിശ്വാസമില്ല. ഇവിടെ പോയി ഇറങ്ങി പോണ്. ക്ലീറ്റസ് കള്ളനാണ്. ആ മാല കൊണ്ടുവരാൻ നിങ്ങൾ വന്ന കൊല്ലും ഞാൻ നിങ്ങളെ. അതെവിടുന്ന് കൊണ്ടുവരാനാ? അതെവിടെയും കൊണ്ടാ വിറ്റുണ്ടാവും. അതെ, അവനെടുത്തമ്മാവാ. അവനെടുക്കാതെ അവന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ഇവൾക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എവിടുന്ന് പൈസ? എനിക്ക് ആദ്യം മനസ്സിലായി. ഞാൻ അപ്പഴേ അവളോട് പറഞ്ഞതാ, അട്ടയെ പിടിച്ച് മെത്ത കിടത്തി അത് കിടക്കൂല്ലോ. പിന്നെ ജമന്തി കെട്ടുന്ന് എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? അവളെന്നോട് മാല ചോദിച്ചായിരുന്നു. ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം റെഡി. എന്തെങ്കിലും ഒരു നല്ല സാധനം കണ്ടാ ഒന്ന് ഇട്ട് നോക്കാൻ ചോദിക്കും. അവൻ നിന്ന് വിരകണണ്ട നീ കണ്ടാ? അനുഭവിച്ചോ? കരഞ്ഞോ? ശരി. തങ്കം 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 തുറക്കേ. കള്ളൻ എത്തിയല്ലോ. ഇതെന്ത് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാ? കുടിച്ചിട്ടുണ്ടോ നിങ്ങള്? കുടിച്ച് മരിക്കും. ആ, നിങ്ങൾ കുടിച്ച് ചാകണം. അതാ എനിക്കും കാണേണ്ടത്. തങ്കം, എന്നെ വേറെ ആരൊക്കെ അവിശ്വസിച്ചാലും എനിക്ക് വിഷമമില്ല. പക്ഷെ നീ എന്നെ അവിശ്വസിച്ചാ എനിക്ക് സഹിക്കൂല. അറിയാം കള്ളക്കരച്ചിട്ട് നിങ്ങൾക്ക് നാണാവൂല ഇങ്ങനെ കിടന്ന് കരയാനായിട്ട്. നിങ്ങളൊക്കെ ഇവിടെ ആർക്ക് എന്താ പ്രയോജനമുള്ളത്? കൊച്ചിനൊരു ഗുണമുണ്ടോ? എനിക്കുണ്ടോ? നാടിനുണ്ടോ? നാട്ടുകാർക്കുണ്ടോ? ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ജന്തു. എന്റെ പൊന്നുമോളെ, നീ എന്നെ വിശ്വസിക്കും. ഞാൻ എടുത്തിട്ടില്ലടി. നിങ്ങളെ എടുക്കുള്ളൂ. നിങ്ങൾ പെരും കള്ളനാ നിങ്ങള്. അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമില്ല? ഇല്ല. ഭാര്യാഭർത്തൃ ബന്ധത്തില് വിശ്വാസമാണല്ലോ വരുന്നത്. അതില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യം. അത് തന്നെയാ പറഞ്ഞ പോയി ചാകാൻ. പോണേനും എന്റെ മാല ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം പോവാനായിട്ട്. ചാകും എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട. നീ ഒന്നോർത്തോതാക്കാം. നീ
നീ പറയുന്ന ഓരോ വാക്കും എന്റെ സങ്കടമുള്ളത്. അയ്യോ എനിക്കങ്ങ് സങ്കടം വരുന്ന കരച്ചിൽ കണ്ടിട്ട്. നാണില്ലാത്ത മനുഷ്യൻ. ഈ പെരക്കകത്തോട്ട് കടന്നു പോയത് എന്റെ അമ്മ എനിക്ക് തന്ന വീടാ. കടന്നു നോക്കോളണം. തക്കളി മോളെ എനിക്കൊന്ന് തക്കളി മോളില്ല ഇവിടെ. നിങ്ങൾ ആരെയും കാണണ്ട ഇവിടെ. നിങ്ങളുടെ ആരും ഇല്ല ഈ വീട്ടിൽ. പോ ഒന്ന് കുടിച്ച് മാല വിട്ടിട്ട് വന്നേക്കണം. ആർക്കും വേണ്ടെങ്കിൽ വേണ്ട. ആ വേണ്ട, ഇവിടെ ആർക്കും വേണ്ട നിങ്ങളെ. ആർക്കും വേണ്ടെങ്കിൽ എന്തിനാ പിന്നെ ക്ലീറ്റസ് ജീവിച്ചിരിക്കുന്നു? ഞാൻ അകത്തോട്ടൊന്നും കയറാൻ നിൽക്കുന്നില്ല. പക്ഷേ എന്റെ തക്കളി മോളെ എനിക്കൊന്ന് കാണണം. മക്കളെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ കടന്നു പോണ്ട നിങ്ങള്. കർത്താവേ, നീ എങ്ങനെ വിശ്വസിക്കാൻ ഞാനിത് എടുത്തിട്ടില്ല. ആർക്കും വേണ്ടെങ്കിൽ എന്തിനാ ഈ ക്ലീറ്റസ് ജീവിക്കണം? ആർക്കും വേണ്ടെങ്കിൽ വേണ്ട. ക്ലീറ്റസ് ആർക്കും വേണ്ട. ഓ ക്ലീറ്റസ് കള്ളൻ. ക്ലീറ്റസിനെ കള്ളനാക്കി എല്ലാരും. അമ്മേ, ചേച്ചി അവിടെ അകത്തുണ്ടാവും. എന്തേ? അമ്മാവാ, ആ അമ്മയൊക്കെ എന്ത് വിളിച്ചേ? എന്ത് മാല എവിടുന്ന്? അലമാരി തന്നെ ഉണ്ടായിരുന്നു. എന്തിനാടി നിന്നെ പറയണേ? നിന്റെ തലക്കൊന്ന് തരിക വേണ്ട കഴുത. ആ ചേച്ചി ആവും പാടും പറഞ്ഞതാണ് അവിടെ തെരഞ്ഞോക്ക് അവിടെ ഉണ്ടാവും. ഞാൻ അന്നേരം നോക്കിയത് ഇത് വേറെ സാരിയിൽ ഉടക്കി കിടക്കായിരുന്നു. അതാ കാണാൻ ഞാൻ. വെറുതെ ചക്കനെ സംശയിച്ചില്ലേ? അല്ല, ഇങ്ങോട്ട് വന്നോ? ഒന്നും വന്നില്ല. അല്ല, അവനെ സംശയിച്ചാല് കുഴപ്പമൊന്നുമില്ല. അവൻ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാണും. എന്നാലും ഇങ്ങനെ കുതിര കയറുക. ക്ലീറ്റോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ക്ലീറ്റോ എവിടെ പോയവൻ? എവിടെ പോയിന്നാവോ? ചായ കുടിക്കാനെങ്ങാനും വന്നായിരുന്നല്ലോ നല്ല പൂസല്. അവിടെ അന്നേരം കൊറേ ചീത്ത പറഞ്ഞു ഞാൻ പാവത്തിന്. ഒന്ന് വിളിച്ചു നോക്കിയാടാ. ഒന്ന് വിളിച്ചു നോക്കടാ. നീ ഇതൊക്കെ കേട്ടിട്ടില്ലേ? വിളിക്ക്. വല്ല ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവും പുറത്ത്. ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന്. ഇല്ലാന്ന്. ഈ ഒന്ന് വിളിച്ചു നോക്ക്. പറയാനാ, മാല കിട്ടീന്ന് പറയാനാ. എന്തായിരുന്നു ഇന്നലെ അവന്റെ നേർക്ക്? അമ്മാവിനൊക്കെ കൂടെ ഒന്നല്ല ചീത്ത പറയാനായിട്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് ചിലപ്പോ അമ്മവാ ഇത് അവൻ ചിലപ്പോ അവിടെ കൊണ്ടുവച്ചാണെങ്കിലോ? അല്പാവൻ അങ്ങനെ ചെയ്യും. അങ്ങനെ സംഭവിക്കും. ഒന്നുമല്ല, ക്ലീറ്റോ അന്നേരം പിന്നെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. ഫോൺ അടിക്കുന്നുണ്ട് അകത്താണല്ലോ. ഫോൺ കൊണ്ടുപോയില്ല, മറന്നുപോയി തോന്നുന്നു. ബാത്റൂമിലുണ്ടോ നോക്ക്. ചേച്ചിയെ മാല കിട്ടീന്ന്. ക്ലീറ്റോ, ക്ലീറ്റോ, ഇത് എവിടെ? ക്ലീറ്റോ, എനിക്ക് എത്രയും പ്രിയപ്പെട്ട എൻ്റെ തങ്കത്തിന് ഞാൻ വിടവാങ്ങുന്നു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന്. ക്ലീറ്റസ് നല്ലവനല്ല, പക്ഷേ എല്ലാവരെയും ഞാൻ ഹൃദയം കൊണ്ടാണ് സ്നേഹിച്ചത്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് എന്നെ ആക്രമിച്ചു. അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മുറിവേറ്റ മനസ്സുമായി ഞാൻ പോകുന്നു. ഞാൻ മരിച്ചാൽ എൻ്റെ ബോഡി കഴുകൻ കനകന് തിന്നാൻ കൊടുത്തേക്കണം. ബോഡിയിൽ മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തേക്കും. അമ്മയോടൊരു വാക്ക്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അമ്മയുടെ മകനായി ജനിക്കണം. അതാണ് എൻ്റെ അന്ത്യാഭിലാഷം. സംശയിച്ചല്ലേ? അവളെ എടുത്തിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? അവളെ മാത്രമേ സംശയിച്ചു, എല്ലാരെയും സംശയിച്ചു. ഞാൻ സംശയിച്ചു പോകും ചിലപ്പോ. എന്നെ വരെ സംശയിച്ചു.
എന്തുണ്ടായി? എണീറ്റ്, എണീറ്റ്. എന്തേ? എന്തേ? എന്തത്? അങ്ങോട്ട്. ഇവിടെ ഇരി. ഈശ്വരാ. ഇങ്ങ് നോക്കടാ. എടി നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ അകത്ത് പോയിട്ട് വല്ല ചായയും വെള്ളം കുടിക്കേ. ഹലോ 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 പിന്നെ അതങ്ങനെ വേണ്ട നേരത്തെ റേഞ്ച് കിട്ടില്ല. ഒന്നാമത് ഇപ്പോഴെ പറഞ്ഞാൽ മതി. ആ രാത്രി വെള്ളടിച്ച് വിഷമത്തോടെ വന്ന സമയത്ത് പുറത്താക്കി വാദം അടച്ചാണ്ട് അകത്തേക്ക് വിളിച്ച് കയറ്റായിരുന്നില്ലേ? നീ വലിയ വർത്താനൊന്നും പറയണ്ട. നീ ഒറ്റ എഴുത്തനാണ് അവനെ ഇവിടെ ഓടിച്ചത്. ആ ഇപ്പൊ എനിക്കായി കുറ്റം. ചേച്ചി കുറ്റം പറഞ്ഞല്ലോ അവനെ. ഞാൻ കുറ്റം പറഞ്ഞാൽ അവനൊരു വിഷമമില്ല. നീ ആ കത്ത് വായിച്ച് നോക്കിയാ. അടുത്ത ജന്മത്തിൽ അവൻ എന്റെ മോനായിട്ട് ജനിക്കണമെന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. തുടങ്ങി തുടങ്ങി. അല്ല നിങ്ങൾ എല്ലാരും കൂടെ എന്ത് ഭാവിച്ചു എനിക്ക് അറിയാൻ വയ്യാന്ന് ചോദിക്കുക. ക്ലീറ്റോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കല്ലേ? എവിടേക്കായി പോണത്? ഒരു ഭാഗത്തിരിക്കാണ്. എടി അവൻ ആ ചായക്കട വരെ പോണ കണ്ടു. പിന്നെ അവിടുന്ന് ഏതോ ഓട്ടോറിക്ഷ കയറി പോയിന്നാ പറഞ്ഞ്. നീ എന്തിനാ കരയണമെന്ന്? പാർട്ടി ഓഫീസിലോട്ടൊന്ന് വിളിച്ചാലോ? അവിടേക്കൊക്കെ വിളിച്ചില്ലേ? അല്ല നീ വേറെ കാര്യം ചോദിക്കട്ടെ, ആ പാലയിലുള്ള ആരെങ്കിലും നമ്പർ ഉണ്ടോ? ഹലോ. ആ അതെ, എന്തായാലും വിവരം കിട്ടിയോ? അതെ, എങ്കടാന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലേ? അതെയോ? ആ എന്നാ കുഴപ്പമുണ്ടാവില്ല. അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ കണ്ടു. റെയിൽവേ സ്റ്റേഷനിലേക്ക്? ആ പാലയിലേക്ക് ആവും ചിലപ്പോ. പാലയിലേക്ക് എന്ത് റെയിൽ? എന്നാലും അന്വേഷിച്ചു. പാലയിൽ ആരെങ്കിലും നമ്പർ ഉണ്ടോ? അതൊന്നും മേടിച്ചു വെക്കില്ല പോത്ത്. ഇനിയിപ്പോ ആരെ വിളിക്കും? ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഈ കടുങ്കൈ ചെയ്യുന്നു പറഞ്ഞിട്ട് കത്തെഴുതി വെച്ചപ്പോ അത് എവിടെ ചെയ്യാന്ന് പറഞ്ഞ അവിടെ പോയി അന്വേഷിച്ചായിരുന്നു. എന്തായാലും ഫാസിൽ വരട്ടെ. ഫാസിലിന്റെ അടുത്ത് പറഞ്ഞാലേ. ഇനി അവനെ ഒന്നുകൂടി വിളിച്ചാ. അല്ല അവൻ പോയി. ആ കനക ഒന്നിടം. അതെ, അങ്ങനെ ആകണമെന്ന് ഉറപ്പൊന്നുമില്ല. എൻ്റെ ഒരു സംശയമാണ്. ഇന്നത്തെ സായാഹ്ന പത്രമാണ് ഇതേ. ഇതിലൊരു വാർത്തയുണ്ട്, ഒരു അജ്ഞാത ജഡം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ക്ലീറ്റസ് ആകാനൊരു സംശയം മാത്രമാണ്. അങ്ങനെ ആകണമെന്നില്ല. അമ്മ വാ. എന്താടാ? ഒന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. നിങ്ങളല്ലേ അവർക്ക് ധൈര്യം കൊടുക്കണ്ടേ? എന്താ ഈ പറഞ്ഞോട്? അവിടെ ഇരിക്കുക ഒരു ഭാഗത്ത്. എന്തേ? അതെ അമ്മാവ, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബോഡി കണ്ടിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഏകദേശം ക്ലീറ്റസിന്റെ. അയ്യോ അമ്മാവാ ഒന്നുമില്ലെന്നേ, ഒന്നുമില്ല. അമ്മാവരെന്തേ കാണിക്കണം? അമ്മ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു സംശയമല്ലേ ഉള്ളൂ. കനക, ഞാൻ നമ്മുടെ മുരളീനെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ പോയി നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് നമ്മളെ വിളിച്ച് പറയും. പേടിക്കാനില്ലാന്നേ. ഇതൊരു സംശയാണ്. ഹലോ, ആ മുരളിയാ, നോക്കിയാ? ആണോ? അതെല്ലേ? ആ ഞാൻ വിളിക്കാടാ. മിണ്ടാണ്ടിരിക്കുന്ന അതെ, അവന് ക്ലീറ്റസിനെ അറിയാലോ. അവൻ ബോഡി കണ്ട് ക്ലീറ്റസ് അങ്ങോട്ട് പതുക്കെ.
എടുത്തോ അത് എടുത്തോ, നമുക്ക് ഇവിടെ കിടത്താം കേട്ടാ. നിങ്ങളിതിങ്ങനെ കാണിക്കാൻ മാറി നമ്മള് വേണ്ട അവർക്കും കൂടി ധൈര്യം കൊടുക്കാൻ. അമ്മാവനെന്തീ കാണിക്കണം വെറുതെ. തങ്കം നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ, എല്ലാരും കൂടെ ബഹളം ഉണ്ടാക്കല്ലേ. കൊണ്ടുവരാ ഇവിടെ കൊണ്ടുവരാ പറയണേ. അങ്ങനെ പോകണ്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. മറ്റേ ഇവിടെ പോയിട്ട് വെള്ളം കൊണ്ട് എടുത്തോണ്ടാ ആ കസേരയൊക്കെ എടുത്ത് മാറ്റിക്കോ. കസേരയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ കണ്ടിങ്ങാട് കയറ്റിട്ടോ, അങ്ങനെ കയറ്റിട്ടോ. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കേ. കൊണ്ടുവരാ കൊണ്ടുവരാ. ആരും കരയണ്ട, ആരും കരയണ്ട. പതുക്കെ പിടിച്ചാൽ മതി. പതുക്കെ രണ്ടുപേരും ഇപ്പുറത്ത് വിളി, ഈ സൈഡ് പിടിച്ച. അത് പാഞ്ചേട്ടനെ വിളിച്ചു പറയാം. ഹലോ ആ പാഞ്ചേട്ടാ, ആ ഒരു 100 കസേര ആയിക്കോട്ടെ. ആ കനകന്റെ വീട്ടിലെ ഒരു മരിപ്പുണ്ടേ. ആ കുറച്ചു നേരം വെള്ളം എത്തിയിട്ട് ആ ഒരു 100 കസേര ഒരു ചെറിയ പന്തൽ വിടണം. പെട്ടെന്ന് വരുമോ? ആ പുള്ളി വന്നോളൂ. ഹലോ ആ ഞാനാണ് ഫാസിലാണ്. ആ 4 മണിക്കെന്നാണ് ഇപ്പൊ തീരുമാനിച്ചാണ്. ഏയിനോടൊക്കെ ഒന്ന് പറഞ്ഞേട്ടാ. ആ ആ ആ അത് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. 4 മണിക്കാണ് ആക്സിഡന്റ് ആണെന്നാ തോന്നുന്നത്. എവിടെ ഇരുന്നടാ? അത് പിന്നെ സംഘത്തിന്റെ സ്വർണം കാണാതെ പോയപ്പോ ഇവരെല്ലാരും കൂടെ എന്നെ സംശയിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല. സംഘം കൂടി എന്നെ വിശ്വസിക്കാതായപ്പോ ഞാനാകെ തകർന്നു പോയി. അങ്ങനെ മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ധ്യാനത്തിന് പോയതാ. അവിടെ ചെന്നപ്പോ എനിക്ക് എല്ലാരും കാണണം തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു പോന്നു. അപ്പൊ ഈ ബോഡി ആ മുരളിയാണോ? ആ ശരി ശരി. കനക, ഈ ബോഡിയുടെ ആളുകൾ കോട്ടയത്ത് കിടന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്ന് എത്രയും പെട്ടെന്ന് ഇത് അവിടെ എത്തിച്ചു കൊടുക്കാൻ. Alien versus Alien.